പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മൾ ചട്ടിയിൽ മൺചട്ടി അത് മയക്കുന്ന വീഡിയോയാണ് നമ്മൾ ചെയ്യാൻ പോണത്. ചില സ്ഥലങ്ങളിൽ പഴക്കാന്ന് പറയും, ഞങ്ങൾ തൃശ്ശൂർകാർ മയക്കാന്ന് പറയും. അത് മയക്കി കഴിഞ്ഞിട്ട് അതിൽ പാചകം ചെയ്യുമ്പോഴാണ് ശരിയായ ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ശക്തൻ മാർക്കറ്റിൻ്റെ അടുത്തുള്ള ചട്ടി വെക്കുന്ന സ്ഥലങ്ങളിലേക്കായിട്ട് പോകാം. അവിടുന്ന് ചട്ടി വാങ്ങിച്ചിട്ടുണ്ട് വരാം. അപ്പോൾ ഈ സൈഡ് മുഴുവൻ അവിടെ നിന്ന് തൊട്ടിട്ട് അറ്റം വരെ ഈ സൈഡ് മുഴുവൻ ഈ കലങ്ങൾ, ഇതുകൾ, പൂച്ചട്ടികൾ, ഈ വക സാധനങ്ങളൊക്കെ വിൽക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ഇവിടെ എവിടെ നിന്ന് വേണമെങ്കിലും വാങ്ങിക്കാം, ഇഷ്ടം പോലെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ ഒരു സ്ഥലത്ത് നിന്ന് നമുക്ക് ഒരു കലം വാങ്ങിക്കാം. ഒരു കലം ചെറുത്, ഒരു 2 നാഴി 3 നാഴി കഞ്ഞി വയ്ക്കാവുന്ന ഒരു കലം. അത്ര വലിപ്പം വേണ്ട. അത് 2 നാഴി വയ്ക്കുന്നത് കുഴപ്പമില്ലല്ലേ. പിന്നെ ഏതാ മോഡല്? ഇതിപ്പോ എവിടെന്നാ കൊണ്ടുവരുന്നത്? കൊടകരയെ, ഷൊർണൂര്, പാത്രമംഗലത്ത് നിന്ന്. ഒരെണ്ണം മതി. അത് വലിപ്പം കൂടുതലാ. ഒരെണ്ണം മതി എനിക്ക്. 2 നാഴി കൊണ്ടാ മതി, എത്ര മതി. അത് ഈ എന്താ കറുത്തിരിക്കുന്നത്? അങ്ങനെ കറുപ്പിക്കുക. പുകയ്ക്കും. അപ്പൊ ഈ കളർ വരുന്നത്. കുറെ പേര് പറയേ ഈ ബ്ലാക്ക് ഓക്സൈഡില്ലേ അതായിക്കണതാന്ന് പറയും. ഈ കാലങ്ങളില്ലേ, കാലങ്ങൾ ഇങ്ങനത്തെ പുകയ്ക്കില്ലേ? എന്താ ചേച്ചിയുടെ പേര്? കമലാക്ഷി. എവിടെ വീട്? പാത്രമംഗലം തന്നെ, വില്ലടത്ത്. വെള്ളം കൂച്ചിന്ന് വേണ്ട. ഇത് മയക്കണത് എങ്ങനെയാ നിങ്ങള്? എന്നിട്ട് അങ്ങനെ ചെയ്യണ്ട. നേരെ കൊണ്ടുപോയി കഞ്ഞി കഴിക്കും. പക്ഷെ ആളുകൾക്ക് വിശ്വാസമല്ലേ ഇത് മയക്കാണ്ട് ശരിയാവില്ല എന്നാണ് പറയുന്നത്. അതെ, ഇതിന് മണ്ണിന്റെ മണം. അത് നിങ്ങൾ മണ്ണിൽ പണിയെടുക്കുന്നവരോട് നിനക്ക് മണ്ണിന്റെ മണം ഇഷ്ടമായി. എനിക്ക് മണ്ണിന്റെ മണം ഇഷ്ടം തന്നെയാണ്. അല്ലാണ്ട് ഭൂമിയിൽ നിന്നിട്ട് പറക്കില്ല പരിപാടി. പണ്ടൊക്കെ അങ്ങനെ ചെയ്തോടനെ. കഞ്ഞള 2 ദിവസം തിളപ്പിച്ചിടാ, വെള്ളത്തിൽ 2 ദിവസം ഇടാ. കുറെ പരിപാടികളുണ്ടല്ലോ. ഇതിന്റെ അടിയിൽ വിള്ളൽ വരാണെങ്കിൽ എന്താ ചെയ്യാ? ഒന്നും ചെയ്യില്ല. ശരി. അപ്പൊ നിക്കൂല. പിന്നെ ഇരുമ്പ് പോലെ അവിടെ കൊണ്ടുപോകും. പിന്നെ അതിനൊരു കേടും വരില്ലേ. ഞങ്ങളൊക്കെ അങ്ങനെ ചെയ്യാം. ഓട്ടൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങനെ ചെയ്യാം. ഓട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനെ തേച്ച് അവിടെ കൊടുക്കും. പിന്നെ അത് ഇരുമ്പ് പോലെ അവിടെ കൊടുക്കും. ഇവിടെ ഉള്ളവരൊക്കെ ആവശ്യമുള്ളവരാ വില്ലടം? അല്ലല്ല, കൊടകരന്ന് പറയുന്നില്ല. അല്ല, നമ്മുടെ ഇവിടെ ഈ വിയ്യൂര് കഴിഞ്ഞിട്ടുള്ള സ്ഥലത്തിന്റെ പേര് പാടുകാട്. അവിടുത്തെ അല്ലേ? അവരും പാത്രം. ഇതിനിപ്പോ എത്ര വില? നമ്മള് പണ്ടൊക്കെ ഞാൻ പുറത്തേക്ക് പോകുമ്പോ എന്ത് സാധനം കണ്ടിട്ടുണ്ടെങ്കിൽ വില പേശും. ഇപ്പൊ വില പേശാറില്ല കേട്ടോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഇല്ല, നമ്മള് വലിയ കടകളിൽ പോയിട്ട് നമ്മൾ വില പേശില്ലല്ലോ. അപ്പൊ ഈ സാധാരണ ആളുകളുടെ അടുത്ത് പോയിട്ട് നമ്മൾ വില പേശാൻ പാടില്ല എന്നുള്ളത് നമ്മള് മനസ്സിലാക്കി. അതുകൊണ്ട് വില പേശാറില്ല. നോട്ടേട്ടാ. 200 രൂപയുണ്ട്. അപ്പോൾ ഒരു കലം വാങ്ങിച്ചു. ഇതിലാണ് നമ്മൾ തിളപ്പിക്കല്ല, നമ്മളിത് മയക്കണത്. ഈ കലാണ് മയക്കാൻ പോണത്. പോയിട്ട് ആളുകൾക്ക് അറിയണ്ടേ? കഞ്ഞിവെള്ളം തിളപ്പിച്ചാൽ മതി ആൾ പറയണത്.
കഞ്ഞോളത്ത് തിളപ്പിച്ച് ചോറ് വയ്ക്കുക. കൂട്ടാൻ ചട്ടി വേണ്ട. കൂട്ടാൻ ചട്ടി വീട്ടിലുണ്ട്, കുറേ ഉണ്ട് കൂട്ടാൻ ചട്ടിയിൽ. അപ്പം എൻ്റെ ആവശ്യമില്ല. ഗ്ലാസ് വെച്ചുകൊണ്ട് വെക്കാം. ഗ്ലാസ് പിന്നെ വാങ്ങിക്കാം. കണ്ട നല്ല നല്ല ഗ്ലാസ്സുകളുണ്ട്. കണ്ട അല്ല അത് വാങ്ങിക്കാം. ഞാനേ അതിൻ്റെ ഒരു ഇത് ചെയ്തിട്ട് പിന്നെ കുറേ സംഗതികളുണ്ട് ഇവിടെ. പൂജകൾ, ഇത് മറ്റേ ഇത് പുകയ്ക്കണത് പുകയ്ക്കണത്, പിന്നെ ചെടിച്ചട്ടികൾ. ഈ പണ്ടത്തെ പോലെ പണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ കലം പിന്നെ എന്താ പറയുക, ഈ ചെടിച്ചട്ടിന്ന് കൊണ്ടില്ലേ, ഇങ്ങനത്തെ സാധനങ്ങളാണ് കൊണ്ടുവരിക. ചട്ടി കുട്ടിക്കലം എന്ന് പറയുക, വേറെ ഒന്നുമില്ല. ചട്ടിയും കുട്ടിക്കലം ഈ സാധനമാണ് കൊണ്ടുവരിക. അതുകൊണ്ട് ചട്ടി കുട്ടിക്കലം കൊണ്ടുവരാന്ന് പറയൂല. ഇപ്പോൾ സകല സാധനങ്ങളായി. ചോറിനുള്ള കിണ്ണം വരണ്ടല്ലേ, പ്ലേറ്റ് നിന്നെടുത്തേ. അതെ ഇതേ പ്ലേറ്റ് കിണ്ണം. ആഹാ, ഇത് ഞാൻ വാങ്ങിക്കാൻ വരാട്ടാ. കിണ്ണം ചോറിനാൻ ഇതിനെത്ര വില? 160 രൂപ. അപ്പം ശരി, അപ്പം ഞങ്ങൾ പോവാണ്. ഇത് വേണ്ട മറ്റേ വട്ടകലം കുക്കറ്. ദൈവമേ, ഇതിൽ വിസിലടിക്കോ? അപ്പം ശരി, ഞങ്ങൾ പോട്ടെ, വരാട്ടാ. പണ്ട് കാലത്തെ ഏറ്റവും പഴയ രീതിയാണ് നമ്മൾ ആദ്യം തന്നെ ചെയ്യാൻ പോണത്. പലതരത്തിൽ ചട്ടി മയക്കും. അപ്പോൾ പണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ മുഴുവൻ നെൽകൃഷി ഉണ്ടായിരുന്നു. നെൽകൃഷി ഉണ്ടായിരുന്നപ്പോൾ അതിൽ ആളുകൾ കൊയ്ത് കൊണ്ടുവന്നിട്ട് മറ്റേ നെല്ലൊക്കെ അരിയാക്കി മാറ്റുമ്പോൾ കിട്ടുന്ന തവിടിന്ന് കിട്ടുന്ന ഉമിയുണ്ട് കേട്ടോ. ഈ നെല്ലിൻ്റെ മുകളിലുള്ള ആ തോടാണ് പറയുന്നത് ഉമി. ഈ ഉമിയാണ് നമ്മൾ പണ്ട് കാലങ്ങളായിട്ട് നമ്മൾ ഈ ചട്ടി മയക്കാനായിട്ട് ആദ്യമായിട്ട് ഉപയോഗിച്ചു തുടങ്ങുന്നത്. അപ്പോൾ അത് വളരെ സിമ്പിളാണ് സാധനം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ലഭ്യമായ സാധനങ്ങൾ വെച്ച്, ഇതൊന്നും കിട്ടാൻ വഴിയില്ലല്ലോ. അപ്പോൾ ലഭ്യമായ സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഓരോരുത്തർ അവരവർക്ക് പറ്റിയ രീതിയിൽ ഓരോ സ്ഥലങ്ങളിൽ പറ്റിയ രീതിയിലാണ് മയക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനത്തെ കുറച്ച് രീതിയിൽ നമ്മൾ ചെയ്ത് പറയും. 2-3 ചെയ്ത് കാണിക്കും കേട്ടോ. കഞ്ഞല കൊണ്ടുള്ള പരിപാടിയും ഇതുകൊണ്ടുള്ള സാധനം ചെയ്ത് കാണിക്കും. അപ്പോൾ നമ്മൾ ഉമി ചട്ടി നമ്മൾ പണ്ട് കാലത്ത് എന്ന് പറയാൻ അറിയാലോ, അടുപ്പിലാണ്, മറ്റേ വിറകടുപ്പിലാണ് ആളുകൾ ഇത് ചെയ്തു തുടങ്ങുന്നത്. ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകളുടെ എല്ലാ വീട്ടിലും വിറകടുപ്പില്ല. അപ്പോൾ നമുക്ക് ഈ ഗ്യാസ് അടുപ്പിൽ തന്നെ ചെയ്യാൻ നല്ലത്. ഗ്യാസ് അടുപ്പിൽ ചെയ്ത് കാണിക്കുകയാണ് നല്ലത്. അപ്പോൾ നമ്മൾ സാധാരണ പോലെ തന്നെ തീ കത്തിച്ചിട്ട് ചട്ടി അടപ്പത്ത് വയ്ക്കുന്നു. പിന്നെ ഈ ചട്ടിയിലേക്കിതേ ഉമി ഇടുന്നു. ഉമി ഒരു പകുതി ഉമിയെങ്കിലും വേണം കേട്ടോ. കണ്ടാ, ഈ പാത്രത്തിൻ്റെ പകുതി ഉമിയെങ്കിലും വേണമെന്ന് പറയാം. ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. എപ്പോഴും ഫുൾ ടൈം ഇളക്കിക്കൊണ്ടിരിക്കുന്നു വേണ്ട കേട്ടോ. നമ്മൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഉമിയിലേ ഞാൻ കുറേ സ്ഥലങ്ങളിൽ അന്വേഷിച്ചു. അപ്പോൾ നമുക്ക് പരിചയമുള്ള ഒരു സ്വാമിയുണ്ട്, ഹരിഹരയ്യർ എന്ന് പറഞ്ഞിട്ട്, തലൂർ. ആളറിയാം. ആൾക്ക് കുറേ വെച്ചൂര് പശുക്കളുണ്ട്, കൃഷിയുണ്ട്, കുറേ ഇതുകളുണ്ട്. നമുക്ക് കൂർക്ക വിത്ത് കൂർക്ക തന്നിട്ടുള്ളതൊക്കെ അറിയാലോ. ആളാണ് ഹരിഹരയ്യർ സ്വാമിയാണ് നമുക്ക് ഈ ഉമി തന്നത്. ഈ ഉമിയിൽ ഒരു തരം സ്വാമി പറഞ്ഞാണ് കേട്ടോ. ഇതിൽ ഒരു തരം എണ്ണ ഉണ്ടാവും ഉമിയിൽ. തവിടിൽ ഒരു തരം എണ്ണ ഉണ്ടാവില്ല, ചെറിയൊരു എണ്ണ നമുക്ക് കാണാൻ പറ്റില്ല. ആ എണ്ണ ഇതിൻ്റെ ഈ മണക്കലത്തിൻ്റെ ഉള്ളിലേക്കൊക്കെ ഇറങ്ങുന്നത്ര. അത് വളരെ നല്ലതാണ്. അതുകൊണ്ടായിരിക്കുന്നതുകൊണ്ട് പണ്ട് കാലത്തുള്ളവർ ഈ ഉമി ഉപയോഗിച്ചു തുടങ്ങുന്നതെന്ന് തോന്നുന്നു. ചൂടുണ്ട് ചട്ടിക്ക്. നമ്മുടെ ഈ ഇളക്കണ സാധനമില്ലേ, ഇത് മാറ്റുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇളക്കുമ്പോൾ ശരിയാവില്ല. ഉമീനെ മറയ്ക്കാൻ പറ്റില്ല. ഇതുകൊണ്ടാകുമ്പോൾ കറക്റ്റായിട്ട് മറയുന്നുണ്ട്. ഉമി ഇങ്ങനെ കരിയണം. നമ്മൾ ഗ്യാസ് അടുപ്പിൽ വയ്ക്കുമ്പോൾ ഒരു കുഴപ്പം വെച്ചിട്ടില്ലേ, സാധാരണ വിറകടുപ്പിലാണ് എല്ലാം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്യേണ്ടത്. ഗ്യാസ് അടുപ്പിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തീ, അടിയിലത്തെ തീ ശരിക്കും ഇത്രയ്ക്ക് ഇതിലാണ് ശരിക്കും തീ കിട്ടുക. വിറകടുപ്പിലാകുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുവിധം എല്ലാ സ്ഥലത്തേക്കും ഇങ്ങനെ സ്പ്രെഡായിട്ട് വരും. ഇത് മെയിനായിട്ട് തീ കിട്ടുന്നത് ശരിക്കും ഈ മൂട്ടിലാണ്. ഈ മൂട്ടിലെ തീ കിട്ടുമ്പോൾ രണ്ടാമത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നടുവശല്ലേ, ശരിക്കും ആ നടുവശത്തിന് ഒരു കരിച്ചിൽ വരും എപ്പോഴും. ചില സ്ഥലങ്ങളിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ദിവസം ഈ ചട്ടീനെ വെള്ളത്തിലിട്ട് വയ്ക്കും. ചിലർ വെള്ളം നിറച്ച് വയ്ക്കും, ചിലർ വെള്ളമുള്ള പാത്രമല്ലേ, വലിയ പാത്രത്തിൽ നിറയെ വെള്ളം ഒഴിച്ചിട്ട് അതിലിട്ട് വയ്ക്കും. എന്നിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട്
വെളിച്ചെണ്ണ ഇതിൽ നന്നായി പരട്ടിയിട്ട് വീണ്ടും അതിൽ വെള്ളമൊഴിച്ച് തിളപ്പിച്ച് സാധനം റെഡിയാക്കും. അപ്പോൾ ഓക്കെ. ചിലരെന്താ ചെയ്യുക കൊണ്ടുവന്ന വഴിക്ക് തന്നെ അതിൽ കോഴിമുട്ട കൊണ്ട് ഓംലെറ്റ് അടിക്കും. എന്നിട്ട് കഴിക്കില്ല. അങ്ങനെ വെളിച്ചെണ്ണ നന്നായിട്ട് ആക്കിയിട്ടേ, വെളിച്ചെണ്ണ ചിലർ നല്ലെണ്ണ ആക്കിയിട്ട് ആക്കും. അങ്ങനെ ഒരു രീതി. ചട്ടിയിൽ നിന്ന് പുക വന്നു തുടങ്ങിയിട്ട് അതൊക്കെ ഒരു ചെറുതായിട്ട് കരിഞ്ഞു തുടങ്ങി. നമ്മൾ ഈ ഉമീര കാണിച്ചു. ചില സ്ഥലങ്ങളിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാവിൻ്റെ ഇലയില്ലേ, നമ്മുടെ സാധാരണ മാവിൻ്റെ ഇലയില്ലേ, ഈ മാവിൻ്റെ ഇല ഇതിൽ ചട്ടി, ഈ ഉമീലല്ല, ചട്ടി വാങ്ങിച്ചു കൊടുത്തിട്ട്, പുതിയ ചട്ടി വാങ്ങിച്ചു കൊടുത്തിട്ട് അതിൽ മുഴുവൻ ഉരിഞ്ഞിടും. ഉരിഞ്ഞിട്ടിട്ട് അതിലിട്ട് ഇങ്ങനെയായിട്ട് വറക്കും. ഈ മാവിൻ്റെ ഇല മൊരാന്നിനായിട്ട് മാറും. എന്നിട്ട് അത് കൊണ്ടുപോയി അത് കളഞ്ഞിട്ട് കഴുകി അതിൽ പാചകം ചെയ്യുക. അതൊരു തരത്തിൽ. പിന്നെ ചില ആളുകൾ പറയാനായിട്ടുള്ളതാണ് ഈ സദ്യക്ക് പുക വരുന്നുണ്ട്. സദ്യക്ക് പായസമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കണ്ടമാനം നാളികേരം പീരി ഉണ്ടാവില്ലോ. പുതിയ ചട്ടി വാങ്ങിച്ചിട്ട് നാളികേരം പീര അതിലിട്ട് വറുത്ത് നന്നായി അങ്ങോട്ട് വറുത്തെടുക്കുക. സിമ്പിൾ പരിപാടിയില്ല. അങ്ങനെ ചട്ടി മയക്കും. ചട്ടി മയക്കാൻ എന്തെല്ലാം പരിപാടികളുണ്ടെന്ന് അറിയാം. ഇപ്പോൾ നെല്ലും ഉമിയൊന്നും കിട്ടാണ്ടായി. അപ്പം ഈ രീതി പോയി. ഇപ്പം മെയിനായിട്ട് കഞ്ഞിവെള്ളം, പിന്നെ ഈ അരി കഴുകണ വെള്ളമില്ലേ, അരിക്കാടി വെള്ളം എന്ന് പറയും. അരിക്കാടി വെള്ളം 2 ദിവസം അതിൽ ഒഴിച്ചു വയ്ക്കും. എന്നിട്ട് അത് കളഞ്ഞിട്ട് പിന്നെ നല്ലെണ്ണയില്ല അത് നന്നായി പറ്റിയിട്ട് ഈ മറ്റേ ചൂടാക്കി എടുക്കും. ചൂടാക്കി എടുത്തിട്ട് പിന്നെ സാധനം വരെ വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് അത് വൃത്തിയാക്കി കഴുകിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു രീതിയിട്ടാണ്. കുറേ തരമുണ്ട്. പണ്ട് ഉമിക്കരി വറക്കാനായിട്ടൊരു കല ഉണ്ടായിരുന്നു, പൊട്ടിയത്. മറ്റേ ഈ വട്ടകലം എന്ന് പറയില്ലേ, നമ്മൾ പോയപ്പോൾ ശക്തനിലേക്ക് പോയിപ്പോൾ പിന്നെ ഈ കലം വാങ്ങിക്കാൻ പോയപ്പോൾ വട്ടകലം കണ്ടിട്ടില്ലേ. ഈ വട്ടകലം മിക്ക വീട്ടിലുണ്ടാവും. ആ വട്ടകലം ഉപയോഗിക്കുന്നത് മെയിനായിട്ട് അട ചൂടാനായിരിക്കും. അട അതിൽ ഒരു 5-6 അട കൊള്ളും. ഒരു വീട്ടിൽ കുറേ അംഗങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ അട കൂടുതൽ ഉണ്ടാക്കണമല്ലോ, ഒറ്റയടിക്ക് ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ഈ വട്ടകലത്തിലാണ് അട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ, അടയിൽ പരത്തിയിട്ടുള്ള സാധനം അത് ചൂടാ. അപ്പോൾ അതിൻ്റെ മിക്കവാറും അതിൻ്റെ മൂടൊക്കെ വിണ്ടുണ്ടാവും. ഈ മറ്റേ ഈ നദികളൊക്കെ ഇങ്ങനെ വരണ്ട് കിടക്കണ ഇതുപോലെ തോന്നിക്കും. മറ്റേ കണ്ടങ്ങളിലൊക്കെ വെള്ളം ഇല്ലാണ്ടാകുമ്പോൾ വരണ്ട് കിടക്കില്ലേ, അതുപോലെ വിണ്ടുണ്ടാവും. അപ്പോൾ അത് മുക്കരി വറക്കാനാണ് ഉപയോഗിക്കുക. മുക്കരി എന്ന് പറഞ്ഞാൽ ഉമിക്കരി, ഈ സാധനം ഉമി വറക്കാനായിട്ട്. അപ്പോൾ എല്ലാ വീട്ടിലും മാസത്തിലൊരിക്കലും ഒരു മുക്കരി വറക്കലുണ്ടാവും. പേസ്റ്റ് പേസ്റ്റ് അല്ലല്ലോ, പല്ലേക്കുന്ന പേസ്റ്റ് അല്ലല്ലോ, ഇതായിരിക്കും. അമ്മമാർ ചൂലിൻ്റെ കടയുണ്ട്, നമ്മുടെ മിറ്റടിക്കുന്ന ചൂലില്ലേ, സരിതൊക്കെ മിറ്റടിക്കുന്ന ചൂലിൻ്റെ കട. അതുകൊണ്ടാണ് ഈ ഇതിൽ മുക്കരി ഉണ്ടാക്കുക, വറുത്തെടുക്കുക. അന്ന് പിന്നെ കുരുമുളകും ഉപ്പൊന്നും ചേർത്തോന്നില്ലേ, വെറുതെ അങ്ങനെ ഇത് ചെയ്യുന്നത്. പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ കുരുമുളകും ഉപ്പും ചേർത്തു. അപ്പോൾ പല്ലുകൾക്ക് ആളുകളുടെ ഒന്നുകൂടി തിളക്കം കൂടി. പിന്നെ ബ്രഷായിപ്പോൾ പിന്നെ ഇത് കിട്ടാണ്ടായി. ഇപ്പം മുക്കേരിയൊക്കെ പുറന്തള്ളപ്പെട്ട് പോയി. പണ്ട് കാലത്ത് മുക്കേരിയൊക്കെ ഉണ്ടൊക്കെ പല്ല് വെച്ചിട്ട് ഇതിങ്ങനെ ഒരു ചിരിച്ചിട്ട് കാണിക്കുക. അപ്പോൾ ഈ മുക്കേരിയുടെ കറുത്ത കുത്തുകൾ ചിലത് ഇടയിലിടയിൽ ഇങ്ങനെ ഓരോരുത്തരെ കാണും. വായ ശരിക്കും കഴുകട്ടെ, നന്നായി കഴുകണം. മുക്കേരി കൊണ്ട് പല്ല് കഴിക്കുമ്പോൾ വായ ബ്രഷ് കൊണ്ടാകുമ്പോൾ കുഴപ്പമില്ല. പേസ്റ്റ് കൊണ്ട് പല്ല് വെച്ചിട്ട് വായ കഴുകി 2 വട്ടം വായ വെള്ളം ഒഴിച്ചിട്ട് കൊലുക്കുഴി കഴിഞ്ഞാലും പല്ലുമ്പോൾ ഒരു സാധനം പോലും കാണില്ല. മുക്കേരിയാകുമ്പോൾ നന്നായി വായ വൃത്തിയാവും എന്നുള്ളതിന് ഒരു തെളിവാണ്. ഇതിലേക്ക് ഭയങ്കര പുകയായി. ഉമിക്കരിയുടെ സ്വഭാവത്തിലേക്കാണ് വന്നു തുടങ്ങിയിട്ടാ. കുറച്ച് നേരം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉമിക്കരിയായി മാറും. ചില സ്ഥലങ്ങളിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചട്ടിയിൽ ഒരു 5-6 ചിരട്ടിയിട്ട് കത്തിക്കും. ചിരട്ടിയിട്ട് കത്തിച്ചിട്ട് പിന്നെ ചിരട്ട മാറ്റി കളഞ്ഞിട്ട് പിന്നെ എണ്ണ പരട്ടി വയ്ക്കും. എണ്ണ പറ്റിയിട്ട് കുറേ നേരം വെച്ച് കഴിഞ്ഞിട്ട് അതിൽ കഞ്ഞെള്ളം ഒഴിച്ച് തിളപ്പിക്കും. കഞ്ഞെള്ളം ഒഴിച്ച് തിളപ്പിച്ച് ഒരു ദിവസം വയ്ക്കും. ഒരു ദിവസം കഞ്ഞെള്ളം അതിൽ തന്നെ വയ്ക്കും. എന്നിട്ട് എടുത്ത് മാറ്റിയിട്ട് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് അതിൽ എന്തൊരു വയ്ക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ പാചകം ചെയ്ത് തുടങ്ങും. കണ്ട ഉമിക്കരിയായിട്ട് മാറുമ്പോൾ നല്ല കറുത്ത പുക വന്നു തുടങ്ങിയിട്ടാ. ചില സ്ഥലങ്ങളിൽ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചട്ടിയിൽ എണ്ണയില്ലേ, നല്ലെണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കും. ചൂടാക്കിയിട്ട് കഞ്ഞിവെള്ളം ഒഴിച്ച് തിളപ്പിക്കും.
തിളപ്പിച്ചിട്ട് ആ തിളച്ചലിക്ക് ഈ ചേമ്പിൻ്റെ ഇലയില്ലേ അത് ഉള്ളി ഇങ്ങോട്ട് ഇടും. ഒരു 1-2 ദിവസം വയ്ക്കും. അത് കഴിഞ്ഞിട്ട് അതൊക്കെ കഴുകി ഉപയോഗിച്ച് തുടങ്ങും. നമ്മുടെ ഉമിയായിട്ടെന്നല്ല തീ കരുതി. ഇനി നമുക്ക് ഇത് നമ്മുടെ ഈ പാത്രത്തേക്ക് ഇടാം. മുക്കേരി കണ്ട ഈ സാധനത്തിന് ഭയങ്കര വില കേട്ടാ. ഒരു മിനിറ്റ് ഇത് ഇരിക്കേണ്ട ചെയ്തിട്ട് ഭയങ്കര ചൂടാണ്. അയ്യോ കാണില്ല. ചെരിഞ്ഞു കണ്ട മുക്കേരി. ഇതിൻ്റെ അടിയിലത്തെ കലത്തിൻ്റെ അടി നോക്കിയേ, ഇവിടെ തന്നെ കറുത്തു കണ്ട. അങ്ങനെ നമുക്ക് ഇത് ഇത്രയ്ക്ക് മുക്കേരി കിട്ടി. ഇത്രയ്ക്ക് പോകുന്ന മുക്കേരിയുടെ ഒരു പാക്കറ്റിന് എത്ര 25-22 വാങ്ങിക്കാവുന്നതുകൊണ്ട് മുക്കേരിയുടെ പാക്കറ്റ് ഇപ്പോൾ വലിയൊരു കടകളിൽ കിട്ടും. ഇത് ഭയങ്കര ചൂടാണ്. അങ്ങനെ നമ്മുടെ ഫസ്റ്റത്തെ ഇത് കഴിഞ്ഞു. ഇതിലേക്ക് നമ്മൾ ഇത്തിരി സാധനം ചേർക്കാം. നമ്മൾ ഒരു വെടിക്ക് 2 പക്ഷി. കുറച്ച് കുരുമുളക് പൊടിയിൽ ചേർക്കണം കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പ്, പൊടിയുപ്പ്, എന്നിട്ട് ഇളക്കണു. നമ്മുടെ അടിപൊളി മുക്കേരി റെഡി ആയിട്ടാ. ഇനി കുറച്ചാൾ ഇതുകൊണ്ട് ഞാൻ തേക്കുള്ളൂ. ഹരിഹരയ്യർക്ക് നന്ദി. അപ്പം നമ്മുടെ ഈ പരമ്പരാഗത പഴയ രീതിയിലുള്ള ചട്ടി മയക്കൽ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഉള്ളത് ഇപ്പോഴുള്ള ആളുകൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതിയാണ് നമ്മൾ ചെയ്യാൻ പോണത്. ഈ ചട്ടിയിൽ ഇനി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ നമുക്ക് ഈ ചട്ടിയിൽ തന്നെ കാണിക്കണം. നമ്മുടെ വീട്ടിലത്തെ കഞ്ഞിവെള്ളമല്ലേ, എന്താ പറയുക, കഞ്ഞിവെള്ളം തലേദിവസത്തെ കഞ്ഞിവെള്ളമായാലും കുഴപ്പമില്ല, അന്നത്തെ കഞ്ഞിവെള്ളമായാലും കുഴപ്പമില്ല, അത് ഇതിലേക്ക് ഒഴിക്കുക. ഇപ്പം ഈ ചട്ടി വീണ്ടും വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ഒരു ചട്ടിയിൽ വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പോൾ ആ ചട്ടിയിൽ തന്നെ കാണിക്കുന്നത് കേട്ടാ. കഞ്ഞിവെള്ളം ഒഴിക്കുക. നിറച്ചെന്നെ ഒഴിക്കണമെന്നില്ല, നമ്മൾ അത്രയ്ക്ക് ലാവുള്ളൂ. ഇത് കരിയിരിയുണ്ട് കേട്ടോ, മറ്റേ കരിയിരിയാണ്, നോക്കണ്ട. ഇനി ഇത് നന്നായി തിളപ്പിക്കുക. തിളപ്പിച്ചിട്ട് ചിലവർ ഒരു ദിവസം ഇങ്ങനെ തന്നെ മാറ്റി വയ്ക്കും. ഒരു ദിവസം മാറ്റി വയ്ക്കും. എന്നിട്ട് പിറ്റേ ദിവസം നന്നായി കഴുകി വെടുപ്പാക്കി എടുക്കും. അത്രയാണ്. പിന്നെ ഇതിൽ വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല മുക്കേരി കിട്ടി. ഇതിലത്തെ ആളുകളുടെ ഒരു സംശയമാണ് ഈ ചട്ടിയുടെ അടിയിൽ വിള്ളൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ചില ചട്ടികളുടെ അടിയിൽ വിള്ളലുകൾ വരുമല്ലോ. വിള്ളലുകൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓട്ടടയ്ക്കാൻ എന്ത് ചെയ്യുക എന്നുള്ളതാണ്. ഓട്ടടയ്ക്കുന്ന ഒരു വിദ്യ ആ ചേച്ചി പറഞ്ഞു തന്നില്ലേ. ഇത് മറ്റേ ഈ ചട്ടി നമ്മൾ വാങ്ങിക്കാൻ പോയ സ്ഥലത്തേക്ക് ഒരു ചേച്ചി പറഞ്ഞു തന്നില്ലേ. പിന്നെയുള്ളൊരു വിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് നമ്മുടെ അടുക്കള തോട്ടത്തിലേക്കാണ് ഈ ചട്ടി കൊണ്ടുപോവുക. അവിടുന്ന് കുറച്ച് മണ്ണെടുത്തിട്ട് ആ ചട്ടിയിലാണ് നിറയ്ക്കുക. കുറച്ച് ചാണപ്പൊടിയോ അല്ലെങ്കിൽ ചകിരിപ്പൊടിയോ അതൊക്കെ ഇട്ടിട്ട് വെണ്ണൂറൊക്കെ ഇട്ടിട്ട് കുറച്ച് പച്ചമുളകിൻ്റെ വിത്താ അല്ലെങ്കിൽ വഴുതനങ്ങയുടെ വിത്താണ്ട് നട്ട് ചട്ടി ഉപയോഗിക്കാം. ചട്ടി കളയേണ്ടതാണ്. ഓട്ടടയ്ക്കാൻ നോക്കിയാൽ എളുപ്പമല്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. മനസ്സിലായ? അപ്പോൾ അങ്ങനെ ചെയ്യാം. ഇനി ഇത് തിളക്കിനോട് കൂടിയിട്ട് നമ്മുടെ പെട്ടെന്ന് തിളയ്ക്കും. കണ്ട ഈ ചട്ടിക്ക് ഭയങ്കര ചൂടുണ്ട്. പിന്നെ ചെയ്യുന്ന വിധിയുണ്ട് കേട്ടോ. പിന്നെ ആളുകൾ കുറേ പേര് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് കാലത്ത് വേസ്റ്റ് വൈക്കോല് കണ്ടമാനുണ്ടെങ്കിൽ ആ വൈക്കോലിലിട്ട് ഈ സാധനം കമത്തിയിട്ട് കത്തിക്കും. പിന്നെ ചിലവർ അരി വറക്കും, നന്നായി അരി വറുത്തിട്ട് പിന്നെ നല്ലെണ്ണ തേച്ച് വെച്ചിട്ട് പിന്നെ അതിൽ വെള്ളമൊഴിച്ച് തിളപ്പിച്ച് അത് കഴുകി വെടുപ്പാക്കിയിട്ട് ഉപയോഗിക്കും. ഇപ്പോൾ തിളയ്ക്കും. അപ്പോൾ ചിലരെന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചട്ടി വാങ്ങിച്ചു കൊണ്ടെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ വെള്ളം ഒഴിച്ചിട്ട് അതിൽ ചായപ്പൊടിയില്ലേ, ചായപ്പൊടി അത് നന്നായിട്ട് കൂടുതലിടും. നമ്മൾ ചായക്ക് ഉണ്ടാക്കണ പോലെ കൂടുതലുണ്ടാക്കി വെച്ചിട്ട് ഇതാണ്ട് വെള്ളത്തിനായിട്ട് വറ്റിച്ചെടുക്കും. വറ്റിച്ചെടുത്ത് അങ്ങനെ ആക്കിയിട്ട് പിന്നെ നന്നായി കഴുകി ഒരു ദിവസം കഴിഞ്ഞിട്ട് കഴുകിയിട്ട് ഉപയോഗിച്ച് തുടങ്ങും. കുറേ രീതികൾ. ഇനി കഞ്ഞെള്ളം ഇല്ല, കഞ്ഞെള്ളം കൊണ്ട് ഞാൻ ചെയ്യില്ല എന്ന് ഉറപ്പിക്കുന്നവർക്കുള്ള ചില വിദ്യകളാണ് കേട്ടോ. തള വന്ന് പൊന്തി തുടങ്ങിയിട്ട് അതേ പൊന്നുണ്ട്. പാല് തിളച്ച് പൊന്തുന്ന പോലെ അത് പൊന്തി തുടങ്ങി നമ്മൾ തീ ഓഫ് ചെയ്യണം കേട്ടാ. തീ ഓഫ് ചെയ്തു.
അയ്യോ ഇത് പൊന്തി തിളച്ചു പോയി, കഞ്ഞിളം തിളച്ചു പോയി. എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ മെത്തേഡ് കഴിഞ്ഞു. ഇനി ഇത് വേണമെങ്കിൽ ഒരു ദിവസം 2 ദിവസം അങ്ങനെ ഇങ്ങനെയാണ് ഈ കഞ്ഞെള്ളം ഇതിലായിട്ട് വെച്ചിരിക്കുന്നത് കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ കഞ്ഞെള്ളം കളഞ്ഞിട്ട് നന്നായി കഴുകി വെടുപ്പാക്കിയിട്ട് പാചകം അങ്ങോട്ട് തുടങ്ങാം. അപ്പോൾ നിർത്താണ്. അപ്പോൾ കുറേ മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായില്ലോ. മൺകലങ്ങൾ ഇങ്ങനെയാണ് മയക്ക. ഇനി വേറെ കുറേ ആളുകൾക്ക് പല പല സ്ഥലങ്ങളിൽ പല പല മെത്തേഡുകളുണ്ടാവും കേട്ടോ. അതൊക്കെ ഉപയോഗിക്കാം. അതിൻ്റെ ഒപ്പം ഇത് വളരെ എളുപ്പമുള്ളത്. അപ്പോൾ നമുക്ക് നിർത്താണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.